ഓം ധരാധരശ്യാമളാംഘം ചുരികാചാപധാരിണം കിരാതവപുഷം വന്ദേ പരമാത്മാനമീശ്വരം. നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കണം, കുറേ പേര് കേട്ടിട്ടുണ്ടാവും കുലദേവത, ധർമ്മദേവത, പരദേവത, ഗ്രാമദേവത, അങ്ങനെ പല പല പേരിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ആർക്കും വ്യക്തമായിട്ട് അതെന്താണ്, എങ്ങനെയാണ്, എങ്ങനെ വരുന്നു, എങ്ങനെ അറിയണം, എങ്ങനെ അറിയാൻ പറ്റും എന്നൊന്നും ആർക്കും അറിയില്ല. അത് നമ്മുടെ ഏറ്റവും വലിയ പരാജയമാണ്. അതൊക്കെ അറിയണമെന്ന് മാത്രമല്ല, ഇനിയുള്ള തലമുറയെ അറിയിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ആദ്യം അറിയണം, ഏറ്റവും നമ്മൾ ഓരോരോ കുടുംബവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് പ്രധാനമായിട്ട്. നമ്മൾ പല ക്ഷേത്രങ്ങളിൽ പോണവരാണ്, വീടുകളിൽ പല ആരാധന നടത്തുന്നവരാണ്. പക്ഷേ ഇതിലെല്ലാം ഉപരി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ദേവതാരാധന എങ്ങനെയാണ്, എന്താണ് എന്നറിയണം. അതിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ആരാധന 4 ഉണ്ട്. മനസ്സിലായില്ലേ? ആ 4 അതിൽ പിന്നെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടും കൂടി ഇല്ലെങ്കിൽ കുടുംബപരമായിട്ടും കൂടിയുള്ള ബന്ധത്തിൽ അത് പ്രധാനീകരിക്കുന്നു. അങ്ങനെ 5 ദേവതയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ 4 നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ആ 4 ആരാധന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തൊക്കെ ആരാധിച്ചാലും, എത്ര ക്ഷേത്രത്തിൽ പോയാലും, എന്തൊക്കെ ചെയ്താലും ഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഫലം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളുടെ തന്നെ കുറേ പേരും ഇപ്പോഴുള്ള അധികപക്ഷമുള്ള ആൾക്കാർക്കൊക്കെ പിതൃദോഷം, ധർമ്മദൈവദോഷം ഒക്കെ കാണുന്നത്. എന്താ ഇതിന്? ഇത് ഇപ്പോൾ പിതൃദോഷത്തിൻ്റെ പേരിൽ ഒരുപാട് പേര് അലയുന്നുണ്ട്. അവർ പിതൃക്കൾക്കുള്ള കാര്യങ്ങൾ മരണാനന്തരം തൻ്റേതായിട്ടുള്ള ഗുരുകാരണവന്മാർക്ക്, അച്ഛനമ്മമാർക്ക്, മുത്തശ്ശന്മാർക്കൊക്കെയുള്ള ക്രിയകളൊക്കെ ചെയ്തുവെങ്കിൽ പോലും പിതൃക്കൾ തൃപ്തിയല്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞ് അവർ പിതൃദോഷ പരിഹാരത്തിന് വേണ്ടി അലയുന്ന പല അനുഭവം, അങ്ങനെ അലയുന്നവരെക്കുറിച്ചും അലയുന്ന കുറേ പേർക്ക് സഹായം ചെയ്തിട്ടുള്ള ഒരു അനുഭവം കൊണ്ടുമാണ് പറയുന്നത്. പിതൃദോഷം എങ്ങനെ ഉണ്ടാവുന്നു? പാരമ്പര്യ ദൈവകടാക്ഷം കുറയുമ്പോൾ ആ പിതൃവിന് പോലും ഗതി കിട്ടില്ല, അല്ലെങ്കിൽ പിതൃമണ്ഡലത്തിൽ നമ്മുടെ പൂർവികർക്ക് ശാന്തി ഉണ്ടാവില്ല. അതെങ്ങനെ ഉണ്ടാവണു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അവരവർ എത്ര ഉപാസന, എത്ര ആരാധന ചെയ്താലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത 4 ആരാധന പ്രധാനമായിട്ടുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലാവണം. ആ 4 ആദ്യത്തെയാണ് കുലദൈവം. നമ്മൾ 1000 അമ്പലത്തിൽ കുംഭാഭിഷേകം ചെയ്ത്, ക്ഷേത്രം കെട്ടി കുംഭാഭിഷേകം ചെയ്ത് എല്ലാ കർമ്മം ചെയ്താലും കുലദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ഒരു ഗുണവും ഉണ്ടാവില്ല, ഒരു പ്രസാദ്യവും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കുലദൈവം അറിഞ്ഞിരിക്കണം, കുലദേവതയെ അറിഞ്ഞിരിക്കണം, കുലദേവതയെ വണങ്ങണം. അത് നമ്മുടെ അത്യാവശ്യ ആരാധനയിൽപ്പെടുന്നതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തത് പരദേവത. അപ്പോൾ കുലദൈവം വേറെയാണ്, പരദേവത വേറെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാമത്തത് പരദേവതയാണ്. പരദേവതയെ അറിഞ്ഞിരിക്കണം. ഏതൊരു ശുഭാശുഭ കാര്യങ്ങൾക്കും അവനവൻ്റെ പരദേവതയെ ആരാധിക്കാതെ ഇറങ്ങിയാൽ അത് അനുകൂലമാവില്ല. അത് ശുഭത്തിനും അശുഭത്തിനും ഒക്കെ പരദേവതയുടെ സാന്നിധ്യം വേണം. പരദേവത അനുഗ്രഹിക്കണം. അപ്പോൾ പരദേവതയെ അറിഞ്ഞിരിക്കണം. പഴയ കാലത്തെ എല്ലാ കുടുംബങ്ങളിലും പണ്ടൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ ഇത് മുഴുവൻ അറിയുമായിരുന്നു. പിന്നെ കണുകുടുംബങ്ങളിലേക്ക് പിരിയുമ്പോൾ നമുക്ക് ആർക്കും നമ്മുടേതായ ആരാധനാ ശൈലി എന്താണെന്നോ, എന്താണ് ആരാധന എന്നോ അറിയില്ല. അപ്പോൾ അതാണ്, അതിൽ മറന്നുപോയിട്ടുള്ളതാണ് ഈ പരദേവത. അപ്പോൾ കുലദൈവം അറിയണം, പരദേവത അറിയണം. പിന്നെ മൂന്നാമത്തത് ധർമ്മദേവത, ധർമ്മദൈവം. മനസ്സിലായില്ലേ? ധർമ്മദൈവം ആ പേരിൽ തന്നെ ഉണ്ടത്. മനസ്സിലായില്ലേ? മൂന്നാമത് നമ്മൾ അറിയേണ്ടത് ധർമ്മദൈവമാണ്. അപ്പോൾ ധർമ്മദേവതയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇത് നമ്മുടെ ധർമ്മത്തിന് വേണ്ടുന്നതാണത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ പലരും നമ്മുടെ ധർമ്മം എന്താണെന്ന് തന്നെ
വ്യക്തമായി അറിയാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്തുകൊണ്ട്? സനാതനധർമ്മം ഒരിക്കലും നശിക്കാത്ത ധർമ്മത്തിൽ ജീവിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ഈ ദുരിതങ്ങളെയെല്ലാം അതിജീവിക്കേണ്ട ഒരു കാലഘട്ടം വരുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള കുടുംബങ്ങളിൽ കുറേ ബാധിപ്പുകൾ ഉണ്ടാവുന്നു? കാരണം അറിഞ്ഞിരിക്കേണ്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല, അനുഷ്ഠിക്കുന്നില്ല, ചെയ്യുന്നില്ല. അതാണ് കാരണം. അപ്പോൾ ധർമ്മദേവതയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത് ഗ്രാമദേവത. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഗ്രാമദേവതയുണ്ട്. ഈ പറഞ്ഞ നാലും ഏതൊരു മനുഷ്യനും ഉണ്ട്. അതിന് ജാതിയൊന്നും ഒരു വിഷയമല്ല. മനസ്സിലായില്ലേ? ജാതിയൊക്കെ പിന്നേ ഉള്ളൂ. അപ്പോൾ ഈ നാലും എല്ലാ മനുഷ്യനും അത്യാവശ്യമാണ്, വേണ്ടതാണ്. ഈ നാലും അറിഞ്ഞ് ആരാധിക്കുന്ന ഒരു മനുഷ്യൻ എത്ര വലിയ ദുരിതവും അവനിൽ ഏശില്ല, അത് തരണം ചെയ്യാൻ സാധിക്കും. അല്ലാതെ നമ്മൾ എത്ര തന്നെ കോടി ജപം ചെയ്താലും നമ്മുടെ കർമ്മങ്ങൾ പൂർത്തിയാവുന്നില്ല. കാരണം ഈ നാല് ഭാഗം നമ്മൾ കർമ്മത്തിൽ ബാക്കി നിൽക്കുകയാണ്. ഈ നാലും ശരിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം വരണമെങ്കിൽ നമുക്ക് ഈ നാലും എന്താണെന്നറിയണം, എങ്ങനെയാണെന്നറിയണം. അതാണ് ഇന്ന് എല്ലാവർക്കും പറഞ്ഞു തരാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നമുക്കറിയുന്ന അറിവ് എല്ലാവർക്കും അറിയുന്നത് പോലെ പകർന്നു തരുന്നു. അത് നിങ്ങളും മറ്റു പലരിലേക്കും എത്തിക്കുക. നമ്മുടെ സനാതന ധർമ്മം നിലനിർത്താൻ എല്ലാവരെയും സഹായിക്കുക. ധർമ്മം നിലനിർത്തുക, അത് ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്കാണ് സനാതനധർമ്മം. പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. പ്രപഞ്ചത്തെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ധർമ്മം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നാണ്. ആ പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ധർമ്മശാലികളാവുമ്പോഴേ നമുക്ക് അങ്ങനെ പ്രകൃതിയോടുള്ള ചിന്ത വരുള്ളൂ, പ്രകൃതിയെ സംരക്ഷിക്കാൻ തോന്നുള്ളൂ, അല്ലേ? അപ്പോൾ ആ ധർമ്മത്തെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ധർമ്മശാലികളാവണമെങ്കിൽ നമ്മൾക്ക് വേണ്ടുന്ന ഗുണഗണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ ഗുണഗണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമ്മൾ നമ്മുടെ കടമകളെല്ലാം കൃത്യമായി നിർവഹിക്കണം. ആ കടമയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കടമയാണ് ഈ 4 ആരാധന. പിന്നെ ഈ 4 കഴിഞ്ഞാൽ പിന്നെ ഒന്നുള്ളത് ഞാൻ പറഞ്ഞു വ്യക്തിപരമായിട്ട്, അത് അവനവൻ്റെ ഉപാസനാമൂർത്തിയാണ്. ഈ 4 അല്ലാതെ അവനവൻ്റേതായ ഉപാസനാമൂർത്തി. മനസ്സിലായില്ലേ? അവനവൻ്റേതായ ഉപാസനാമൂർത്തി അത് ഏതും ആവാം. പലർക്കും പലതരത്തിലുള്ള ഉപാസനാമൂർത്തി ഉണ്ട്. അത് നമ്മുടെ മാത്രം ഭാഗ്യമാണ്, നമ്മുടെ ഈ സനാതന ധർമ്മത്തിൻ്റെ മാത്രം ഭാഗ്യമാണ്. ഹിന്ദുമതത്തിലുള്ള എല്ലാവരുടെയും ഒരു മഹാഭാഗ്യമാണല്ലേ അവനവന് ഇഷ്ടപ്പെട്ട നിറം, ഇഷ്ടപ്പെട്ട രൂപം, ഇഷ്ടപ്പെട്ട ഭാവം, ഇഷ്ടപ്പെട്ട തരത്തിൽ ആരാധിക്കാൻ സാധിക്കുക എന്നത് സനാതനധർമ്മത്തിന് മാത്രം ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ്. വേറെ എല്ലാവരുടെയും മറ്റൊന്നിനെയും കുറ്റം പറയാൻ ഞാൻ ആളല്ല, കുറ്റം പറയൂല, എല്ലാം ശ്രേഷ്ഠമാണ്. ആ ശ്രേഷ്ഠതയിൽ സനാതനധർമ്മം അതിശ്രേഷ്ഠമാണ്. എന്തിനാൽ അതിശ്രേഷ്ഠമാണ്? അവനവൻ്റെ അഭിരുചിക്കനുസരിച്ച് അവനവൻ ഈശ്വരനെ ആരാധിക്കാം. ഈശ്വരൻ എന്നത് അരൂപിയായ ദൈവ ചൈതന്യമാണ്, ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു കിടക്കുന്ന ചൈതന്യം. മനസ്സിലായില്ലേ? ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ചൈതന്യത്തെ നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ ഉണ്ടാക്കുന്നൊരു ചാലകമാണ് ആരാധന. ആ ആരാധനയിലൂടെ നിങ്ങൾക്ക് ആ ഈശ്വര ചൈതന്യത്തെ അറിയാനും നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കത് ഉപയോഗിക്കാനും സാധിക്കും. കാരണം നിങ്ങൾ പലതിലും ഇതിനൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാല്ലേ. അരൂപിയായ ഈശ്വരനെ എന്തിനു രൂപത്തിൽ ആരാധിക്കണം എന്നുള്ളൊരു ചോദ്യം വരാം. നിങ്ങളോട് ആര് ചോദിച്ചാലും നിങ്ങളതിന് ഉത്തരം പറയാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം. എങ്ങനെയാണ് ഉത്തരം പറയുക? ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ ഓരോരോ കാര്യങ്ങളെ വിഭജിച്ചെടുക്കുന്നുണ്ടല്ലേ. ഏറ്റവും വില പിടിച്ച ഒരു വസ്തുവാണ് തങ്കം, അല്ലേ? തങ്കം കൊണ്ട് ആഭരണം ഉണ്ടാക്കിയിടാൻ സാധിക്കില്ല, കാരണം അത് വിലക്കുറവായതുകൊണ്ട് പൊട്ടിപ്പോവും, അല്ലേ? അപ്പോൾ തൻ്റെ ആവശ്യത്തിന്, നമ്മുടെയൊക്കെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ എന്ത് ചെയ്യും? തങ്കത്തിൽ ചെമ്പ് കലർത്തി അത് സ്വർണ്ണമാക്കി നമ്മളൊക്കെ ധരിക്കും, അല്ലേ? കാരണം ആവശ്യത്തിനനുസരിച്ച് അതിനെ ഉപയോഗിക്കാൻ. അതുപോലെ ഒരു പശുവിൻ പാലിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? പാലിൽ തൈരുണ്ട്, മോരുണ്ട്, വെണ്ണയുണ്ട്, നെയ്യുണ്ട്, അല്ലേ? ഇതെല്ലാം പാലിലുണ്ട്. എന്നാലോ
പാലായിട്ട് കാണുമ്പോൾ അതിൽ പാല് മാത്രമല്ലേ ഉള്ളൂ. അതേപോലെ പ്രപഞ്ചത്തിൽ ഈശ്വര ചൈതന്യം പരന്ന് കിടക്കുകയാണ്. അതിനെ കടയുമ്പോൾ, അതിനെ പുളിപ്പിച്ചാൽ തൈരായി, അതിനെ വെള്ളത്തിലൊഴിച്ച് കലർത്തി കഴിഞ്ഞാൽ മോരായി, അതിനെ കടഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെണ്ണയെടുക്കാം, വെണ്ണയെ ഉരുക്കിയാൽ നെയ്യെടുക്കാം എന്നതുപോലെ ആ പ്രപഞ്ചത്തിൽ ലയിച്ചു കിടക്കുന്ന ഭഗവത് ചൈതന്യത്തെ ആവശ്യാനുസരണം അതിൻ്റേതായ യോഗത്തിൽ, ക്രിയയിൽ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചിറങ്ങിയാൽ അവനവന് എന്താണോ സായുജ്യം, ഏത് രീതിക്കുള്ള സായുജ്യമാണോ ആവശ്യം, അത് സാധ്യമാവും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് പ്രത്യക്ഷ അനുഭവമാണ് പാല. ചോദിക്കുന്നവർക്കൊക്കെ നിങ്ങൾ ഈ ഉദാഹരണം പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണോ വൈദ്യുതി എടുക്കുന്നത് എന്നതുപോലെ പ്രപഞ്ചത്തിൽ നിന്ന് ഈശ്വര ചൈതന്യത്തെ ഓരോരുത്തർക്കും തൊട്ടറിയാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ് ഭക്തി, ആരാധന എന്നത്. ഈ ആരാധനയിലേക്കും ഭക്തിയിലേക്കുമൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ദേവതകളെക്കുറിച്ച്. ദേവതയിൽ പ്രത്യേകിച്ച് കുലദേവത, പരദേവത, ധർമ്മദേവത, ഗ്രാമദേവത. അതിനുശേഷമാണ് അവനവൻ്റെ ഓരോ വ്യക്തികളുടെ പ്രത്യേക താല്പര്യപ്രകാരം ഉപാസിക്കുന്നതാണ് ഉപാസനാമൂർത്തി, അവരവരുടെ ഉപാസനാദേവത. ഇങ്ങനെ ഈ 5 രീതിക്കുള്ള ആരാധനകൾ അല്ലെങ്കിൽ അനുഷ്ഠാന പാതകളുണ്ട്. ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് ഒന്നും കൂടെ മനസ്സിലാക്കണം, അല്ലേ? നമ്മളൊക്കെ ഇന്ന് ഹിന്ദു മതം അല്ലെങ്കിൽ സനാതന മതം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നെങ്കിലും സനാതനം എന്നത് ധർമ്മമാണ്. അതാദ്യം മനസ്സിലാക്കുക. നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മളെ എല്ലാവരെയും ഈ പ്രപഞ്ചം പഠിപ്പിക്കുന്നത് എന്താണ്? ധർമ്മമാണ്, അധർമ്മമല്ല, ധർമ്മമാണ്. ആ ധർമ്മം എന്താണ്? കല്ലും മരവും മഴയും ജലവും മലയും എല്ലാം നമുക്ക് ഈശ്വരനാണ്, അല്ലേ? മലയെ ഈശ്വരനായിട്ട് കണ്ടു തൊഴുന്നില്ലേ? ജലത്തെ ഈശ്വരനായി തൊഴുന്നില്ലേ? മണ്ണിനെ ഈശ്വരനായി തൊഴുന്നില്ലേ? കല്ലിനെ ഈശ്വരനായി തൊഴുന്നില്ലേ? മരത്തിനെ ഈശ്വരനായി തൊഴുന്നില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അണ്ടചരാചരങ്ങളിൽ മുഴുവനും ആ ഈശ്വരനുണ്ട്, ആ ബ്രഹ്മ ചൈതന്യമുണ്ട് എന്നുള്ളത് നമ്മെ അറിയിച്ചു തരുന്ന മഹത്തായിട്ടുള്ള ഒരു ധർമ്മമാണ് സനാതനധർമ്മം. ആ സനാതനധർമ്മത്തിൽ ജീവിക്കുന്ന നമ്മൾ ശ്രേഷ്ഠരാണ്. ആ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വൈകുന്തോറും നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ സനാതനധർമ്മത്തിൽ ആദ്യം ഇത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കുലദേവതയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. ഈ കുലം, ജാതി സമ്പ്രദായങ്ങളൊക്കെ മനുഷ്യന്മാർ അവരവരുടേതായ ആവശ്യാനുസരണം നിയമിച്ച ഒരു സമ്പ്രദായമാണ്. അത് ഇല്ലെന്ന് അപ്പാടെ ഒഴിച്ചു തള്ളാൻ നമുക്ക് പറ്റില്ല. എന്തുകൊണ്ടാച്ചാൽ ജാതി ഒരിക്കലും ഒരാളെ താഴ്ത്തിക്കെട്ടാനോ ഒരാളെ ഉയർത്താനോ ഒന്നിനും വേണ്ടിയല്ല. ഈ ലോകത്ത് ഒരു കണക്ക് തന്നെ നിങ്ങൾ ചെയ്യണം. ഒരു കണക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു സൂത്രവാക്യം വേണം, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഒരു മാത്തമാറ്റിക്സ് ആയാലും നിങ്ങൾക്കൊക്കെ അതിനൊക്കെ ഒരു സൂത്രവാക്യം, രസതന്ത്രം ഒക്കെ ഉണ്ട്, അല്ലേ? എന്താണ്? ഏതൊന്നിനും ഒരു നിയമാവലി ഉണ്ടെങ്കിൽ മാത്രമേ അതിലൂടെ പ്രവർത്തിക്കുന്ന നമുക്ക് അതിൻ്റെ പൂർണ്ണ ഫലം ഉണ്ടാവുള്ളൂ. ആ നിയമാവലിയുടെ നമുക്ക് പ്രവർത്തിക്കാനും സഞ്ചരിക്കാനും പറ്റും. അങ്ങനെ അതിനുവേണ്ടി ഒരു കൂട്ടം ജനങ്ങളെ തയ്യാറാക്കിയ ഒരു സംഘമാണ് ഒരു കാലഘട്ടത്തിൽ ഓരോരോ ജീവിത ശൈലിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന രീതിയെ അറിവില്ലാത്ത മനുഷ്യരെ തരംതിരിക്കാൻ ഉപയോഗിച്ചതുകൊണ്ട് നമ്മളിൽ ഇന്നത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. അതിനെ മുഴുവനും നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ധർമ്മത്തിൻ്റെ പാതയിലേക്ക് മാത്രം ചിന്തിച്ച് മറ്റധർമ്മമായിട്ടുള്ള മാർഗങ്ങളെ മുഴുവൻ ത്യജിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അതിൽ മനുഷ്യനായാൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ആവണ്ട. മനുഷ്യനായാൽ അവർക്ക് ഈശ്വരനോട് ചേരാൻ പറ്റും, ഈശ്വരത്വം കൈവരും. ആ ഈശ്വരത്വം കൈവരാനുള്ള പാതയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ സനാതനധർമ്മത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഈ സനാതനധർമ്മത്തിന് 6 മതങ്ങളുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഷൺമതങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ എല്ലാവരും? ഷൺമതങ്ങൾ, 6 മതങ്ങളുണ്ടായിരുന്നു. അപ്പോൾ
ഇന്നത് 6 തരം തന്ത്രമായിട്ടും പറയാം. എങ്കിലും 6 മതങ്ങൾ, ഷൺമതങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വേർതിരിവല്ല, എല്ലാവർക്കും ഒരു പാത കാണിക്കുകയാണ്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെന്ന് ഇരിക്കുക. പോകുമ്പോൾ ഒരു പാതയേ ഉള്ളൂവെങ്കിൽ അതിൽ തിരക്ക് കൂടും അല്ലേ? തിരക്ക് കൂടുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. പിന്നെ 10 പേരും 10 വിധത്തിലാണ്, 10 പേരുടെ അഭിരുചിയും 10 വിധത്തിലായിരിക്കും. അപ്പോൾ ആർക്കും ഒരേ രീതിക്ക് പോകാനുള്ള മനസ്സൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ 10 പേരും 10 രീതിക്കായിരിക്കും പോകുക. അപ്പോൾ ഈ 10 പേര് പോകുമ്പോൾ ആ ഒരു പാതയേ ഉള്ളൂവെങ്കിൽ ആ വഴിയിലൂടെ എല്ലാവർക്കും സുഗമമായുള്ള യാത്ര ലഭിക്കാതെ വരും. അപ്പോൾ ആ യാത്രയുടെ ലക്ഷ്യം സാധ്യമാവില്ല. അപ്പോൾ ആ യാത്രയുടെ ലക്ഷ്യം സാധ്യമാവാൻ നമുക്ക് 6 പാതയുണ്ടായിരുന്നു ആദ്യം. മനസ്സിലായില്ലേ? അതാണ് ഷൺമതങ്ങൾ. മനസ്സിലായില്ലേ? അത് ഏതൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞു തരാം. 1 സൗരം. മനസ്സിലായില്ലേ? സൂര്യൻ. 1 സൂര്യനെ ആരാധിക്കുന്ന ഒരു മതം, സൗരം. മനസ്സിലായില്ലേ? 2 ഗാണപത്യം, ഗണപതി. മനസ്സിലായില്ലേ? സൗരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാണപത്യമാണ്, ഗണപതി. മനസ്സിലായില്ലേ? പിന്നെ സനൽകുമാരം, സുബ്രഹ്മണ്യം. മനസ്സിലായില്ലേ? പിന്നെ ശൈവം, വൈഷ്ണവം, ശാക്തേയം. മനസ്സിലായില്ലേ? ഇങ്ങനെ 6 തരം ഷൺമതങ്ങൾ, 6 മതങ്ങളുണ്ടായിരുന്നു. അത് 6 തന്ത്രങ്ങളായിട്ടും, തന്ത്രമൊക്കെ പഠിക്കുമ്പോൾ ഇതിൽ 6 തന്ത്രങ്ങളിൽ ഇതൊക്കെ പെടും. ഈ 6 തന്ത്രങ്ങളിൽ പിന്നെ ദ്രാവിഡാചാരത്തിൻ്റെയൊക്കെ ഒരു ഫലമായ ചിന്തന, അല്ലെങ്കിൽ ഈ 6ൽ നിന്നും പകർത്തെടുത്തതാവാം ശാസ്തേയം. മനസ്സിലായില്ലേ? മഹാശാസ്താവിനെ കുറിച്ചുള്ള അതും കൂടി പറയാം. എങ്കിലും ഈ 6 വളരെ വിശേഷമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ 6 മതം അല്ലെങ്കിൽ ഈ 6 പ്രധാന ദേവതകളെ സങ്കല്പിച്ചാണ് നമ്മുടെ മനുഷ്യരാശി മുഴുവനും ഉള്ളത്. മനസ്സിലായില്ലേ? സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ ഷൺമതങ്ങൾ. മനസ്സിലായില്ലേ? നമുക്ക് ചക്രസാധനകളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും മനസ്സിലാവും 6 ചക്രങ്ങളെക്കുറിച്ച് അല്ലേ? മൂലാധാരം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാധിഷ്ഠാനം, പിന്നെ മണിപൂരകം, പിന്നെ അനാഹതം, പിന്നെ വിശുദ്ധി, പിന്നെ ആജ്ഞ. നോക്കൂ, ചക്രങ്ങളും എത്ര എണ്ണമാണ്? 6 എണ്ണമാണ് അല്ലേ? 6 ചക്രങ്ങൾ. അതുകൊണ്ട് തന്നെ 6 മതങ്ങൾ, ഷൺമതങ്ങൾ. ഇത് യോജിച്ചതാണ് ധർമ്മം. ഈ ഷൺമതങ്ങളും യോജിച്ചതാണ് സനാതനധർമ്മം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സനാതനധർമ്മത്തിൽ ഈ 6 മതങ്ങളെക്കുറിച്ച് എന്താ പറയണത്? ഈ 6 മതങ്ങൾ, 6 ദേവതകളുടെ പാതയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. മനസ്സിലായില്ലേ? ഈ 6 ദേവതകളിലൂടെ നമ്മൾ സാധിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ 6 കുലങ്ങളെയാണ് കണക്കാക്കുന്നത്. കുലദേവത. അപ്പോൾ കുലദേവത എന്നതിലേക്ക് പോകുമ്പോൾ ഈ 6ൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ കുലദേവത. കാരണം കുലം കാക്കുന്ന ദേവത, അതാണ് കുലദേവത. മനസ്സിലായില്ലേ? അപ്പോൾ കുലം കാക്കുന്നതാരോ അത് കുലദേവത. ഒരു കുലത്തിനെ കാക്കാനുള്ള ദേവതയാണ് കുലദേവത. ഇന്നും തമിഴ്നാട്ടിലൊക്കെ വിശേഷിച്ച് ആരാധിക്കും കുലദേവതകളെ, എല്ലാവരും കൂടി ആരാധിക്കുന്ന ഒരു സമ്പ്രദായം. കാരണം കുലദേവത. ഇപ്പോൾ കുലദേവത ആവാം ഓരോരുത്തർക്കും. ചിലർക്ക് കുലദേവത സൂര്യനാണ്. സൂര്യനെ ആരാധിക്കുന്ന എത്രയോ, സൂര്യനെ കുലദേവതയായി ആരാധിക്കുന്ന എത്രയോ കുലങ്ങളുണ്ട്. മനസ്സിലായില്ലേ? സൂര്യവംശി എന്നൊക്കെ പറയും. അതൊക്കെ സൂര്യവംശി, അങ്ങനെ ഓരോരോ വംശങ്ങളുണ്ട്. അപ്പോൾ ആ വംശങ്ങളൊക്കെ സൂര്യനെ ആരാധിക്കുന്നവരാണ്. പ്രധാനമായിട്ട് അവരുടെ കുലദേവത സൂര്യനാണ്. പിന്നെ കുറേ പേരുടെ കുലദേവത ഗണപതിയാണ്. പിന്നെ കുറേ പേരുടെ കുലദേവത സുബ്രഹ്മണ്യനാണ്. മുരുകനാണ് എൻ്റെ കുലദേവത എന്ന് പലരും മനസ്സിലാക്കും അല്ലേ? മുരുകൻ കുലദേവതയാണ്. പിന്നെ കുറേ പേരുടെ കുലദേവത ശിവനാണ്. ശിവനാണ് എൻ്റെ കുലദേവത എന്ന് പറഞ്ഞ് ആരാധിക്കാം. പിന്നെ കുറേ പേരുടെ കുലദേവത മഹാവിഷ്ണുവാണ്. നാരായണൻ, ശ്രീമന്നാരായണനാണ് കുലദേവത. പിന്നെ കുറേ പേരുടെ കുലദേവത ഭഗവതിയാണ്, ശക്തിയാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഈ 6 പേരെയും കുലദേവതയായി കണ്ട് ആരാധിച്ചിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ 6 പേരെ കുലദേവതയായി കണ്ട് ആരാധിച്ചിരുന്നു. പിന്നെ വന്ന മാറ്റത്തിലാണ് ശാസ്താവ്. ഈ 6ഉം ചേരുന്ന ഒരു
വൈഭവം ശാസ്താവിലുണ്ട്. എല്ലാ ശാസ്ത്രങ്ങളെയും നാനാശാസ്ത്രധരായേ നമ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പരായ പരഗോത്രേ നമ എന്ന് പറയും. എല്ലാ ഗോത്രങ്ങൾക്കും ഒരുപോലെ അദ്ദേഹത്തെ വണങ്ങാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് ശാസ്താവ് ഏഴാമത്തതായിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ ഈ 6 പേര് 6 ചക്രത്തെയും അധിപതിയായി 5 ഭൂതത്തിൻ്റെയും അപ്പനായി നമ്മുടെ സഹസ്രാര പത്മത്തിൽ ഇരിക്കുന്നതാരോ അതാണ് അയ്യപ്പൻ. 5 ഭൂതത്തിനും അപ്പൻ അയ്യപ്പൻ. മനസ്സിലായില്ലേ? അപ്പം അയ്യപ്പൻ എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം നോക്കൂ. 5 ഭൂതത്തിനും അപ്പൻ അല്ലേ? അതാണ് അയ്യപ്പൻ. ഇപ്പം നമ്മളെന്ത് പറയും? ഭൂതനാഥ. മനസ്സിലായില്ലേ? കാരണം 5 ഭൂതങ്ങളുടെ നാഥനാണ് അദ്ദേഹം. 5 ഭൂതങ്ങൾക്കും അപ്പനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ സഹസ്രാര പത്മത്തിലാണ് ഇരിക്കുന്നത്. 6 ചക്രത്തിനു മുകളിൽ സഹസ്രാര പത്മത്തിലിരിക്കുന്നു. അങ്ങനെ ഈ 7 ദേവതയെയും നമുക്ക് കുലദേവതകൾ കണ്ടുപിടിക്കാം. കുലദേവത ഈ 7 ആരെങ്കിലും ഒരാളായിരിക്കും കുലദേവത. മനസ്സിലായില്ലേ? കുലം കാക്കുന്ന ദേവത. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കുലത്തിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് അറിയാൻ കുലദേവതയെ അറിഞ്ഞാൽ മതി. അപ്പം എന്തിനായി കുലദേവതയെ ആരാധിച്ചു തുടങ്ങിയിരിക്കുന്നത്? ഒരു കാലത്ത് നമ്മുടെ മനുഷ്യവർഗങ്ങൾ കാനനത്തിലും മറ്റുമൊക്കെ ജീവിക്കും. ഇന്നത്തെ പരിഷ്കാരങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവരവരുടെ കുലത്തെ സംരക്ഷിക്കാൻ ഒരു ഈശ്വര ആരാധന നടത്തിയിരുന്നു. മനസ്സിലായില്ലേ? ആ ഈശ്വര ആരാധന ഈ പറഞ്ഞ 6 ദേവതമാരിൽ ആരെങ്കിലും ഒരാളെ ആയിരിക്കും. ആ പാരമ്പര്യത്തെ കണക്കാക്കിയാണ് നമ്മുടെ കുലദേവത ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കുലദേവതയെ തൊഴുമ്പോൾ നമ്മുടെ കുലം മുറിയാതെ കാത്തു വരുന്നു. കുലം അന്യം നിന്ന് പോവാതെ കാത്ത് സംരക്ഷിക്കപ്പെടുന്നു. കുലത്തിന് മുഴുവൻ ദേവതയാണ് കുലദേവത. അപ്പോൾ കുലദേവതയെ ആരാധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ധാർമ്മിക ഉത്തരവാദിത്തം ആണ്. ഇനി രണ്ടാമത്തത് പരദേവത. മനസ്സിലായില്ലേ? അപ്പം എന്താ ഈ കുലദേവതയ്ക്കും പരദേവതയ്ക്കുമുള്ള വ്യത്യാസം എന്നുള്ളതാവും അടുത്ത ചോദ്യം അല്ലേ? പരദേവത എന്നാൽ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ദേവതയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരേ കുലത്തിലുള്ള ഒരു കൂട്ടം ജനങ്ങളുണ്ടാവും അല്ലേ? അവർക്കൊക്കെ കുലദേവത ഒന്ന് തന്നെയായിരിക്കും. അവർ ആ ഒരു ദേവതയെ ആരാധിക്കുന്നു, തുടർന്ന് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒരു കൂട്ടം ജനങ്ങളിൽ ഓരോരോ പാരമ്പര്യമുള്ളവരായിരിക്കും എല്ലാവരും അല്ലേ? എല്ലാവർക്കും ഓരോ പാരമ്പര്യമുണ്ട്. നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നുവെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും 24 ക്രോമസോണിൽ നിന്നാണൊക്കെ നമ്മുടെ ജനനങ്ങളൊക്കെ എന്നൊക്കെ ശാസ്ത്രം പറയുന്നു അല്ലേ? നമ്മുടെ ജീനൊക്കെ നോക്കുമ്പോൾ നമ്മുടെ DNA ഒക്കെ നോക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ക്രോമസോണിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ക്രോമസോണിൻ്റെ ഭാഗം നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഈ ശാസ്ത്രം പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പാരമ്പര്യം നമ്മളെ ഓർക്കാൻ, ആരാധിക്കാൻ, പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമുക്ക് കണ്ടെത്തി തന്ന മാർഗ്ഗമാണ് പാരമ്പര്യ ദേവത. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ പാരമ്പര്യത്തിനും ഒരു ദേവത ഉണ്ടാവും. അതാണ് പരദേവത. അത് ഓരോ ക്ഷേത്രങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പാരമ്പര്യത്തിനുണ്ടാവുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ പൂർവികം എവിടെയാണോ അവിടെയാണ് ഈ പാരമ്പര്യ ക്ഷേത്രം ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പൂർവികരുടെ അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിൻ്റെ ഉറവിടം എവിടെ നിന്ന് തുടങ്ങുന്നു ആ സ്ഥലത്ത് ഉള്ള ക്ഷേത്രമായിരിക്കും ആ കുടുംബത്തിൻ്റെ പാരമ്പര്യ ദേവത. അതിനെയാണ് പരദേവത എന്ന് പറയുന്നത്. ആ പാരമ്പര്യമാണ് തുടർന്നുകൊണ്ടിരിക്കുക. അത് അച്ഛൻ്റെ പാരമ്പര്യം എടുക്കുന്നവരാണെങ്കിലും അമ്മയുടെ പാരമ്പര്യം എടുക്കുന്നവരാണെങ്കിലും അത് ആചരിക്കുന്ന പാരമ്പര്യത്തിൻ്റെ പരദേവത ആ പാരമ്പര്യത്തിൻ്റെ ഉറവിടം എവിടെയാണോ അവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ പാരമ്പര്യ ദേവതയെ ആരാധിക്കേണ്ടത് പാരമ്പര്യത്തെ നിലനിർത്തേണ്ട ആവശ്യമാകുന്നു. അപ്പോൾ പാരമ്പര്യം നിലനിർത്തേണ്ടതും നമ്മുടെ ആവശ്യമാണല്ലേ? അപ്പോൾ പരമ്പര നിലനിൽക്കണമെങ്കിൽ പരദേവതയുടെ അനുഗ്രഹം വേണം. പരമ്പരയ്ക്ക് മോക്ഷം കിട്ടണമെങ്കിൽ പരദേവതയുടെ അനുഗ്രഹം വേണം. പരമ്പരയ്ക്ക് ശാന്തി കിട്ടണമെങ്കിൽ പരദേവതയുടെ അനുഗ്രഹം വേണം. അപ്പോൾ പരദേവത അനുഗ്രഹിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് തന്നെ പ്രാർത്ഥിച്ചു ഹോമിച്ചു പൂജിച്ചാലും അത് അനുകൂലാവസ്ഥയിൽ വരില്ല. കാരണം
ഒരു പെറ്റമ്മയും പോറ്റമ്മയും തമ്മിലുള്ള ബന്ധമാണ് ഈ ദേവതമാർക്കൊക്കെ ഉള്ളത്, കുലദേവത, പരദേവത എന്നിവയ്ക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റുന്ന ബന്ധങ്ങളല്ല. പാരമ്പര്യത്തിൻ്റെ ഉറവിടം എവിടെയാണോ അവിടെ ആരാധിക്കപ്പെടുന്ന ദേവത പരദേവതയാകുന്നു. അപ്പോൾ ആ പരദേവതയെ ആരാധിക്കേണ്ടത് പാരമ്പര്യം നിലനിർത്താനുള്ള ഉപാധിയാണ്. അപ്പോൾ പാരമ്പര്യ ദേവതകളെ ആരാധിക്കുന്നത് പരദേവത ആരാധന എന്ന് പറയുന്നു. അത് അത്യാവശ്യമാണ്. ഇതാണ് രണ്ടാമത്തത്, പരദേവത. മൂന്നാമത്തത് ധർമ്മദേവത. ധർമ്മദേവത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ, ഇപ്പോൾ നമ്മുടെ പൂർവീകം ഒരു ഭാഗത്തായിരിക്കാം, നമ്മുടെ തറവാട്, പൂർവീകം, പാരമ്പര്യം എല്ലാം വെവ്വേറെ സ്ഥലങ്ങളിൽ നിൽക്കുന്നു. നമ്മൾ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു സ്ഥലത്തായിരിക്കും ഇപ്പം ജീവിക്കുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ എവിടെ എത്തിപ്പെടുന്നോ അവിടെയുള്ള ദേവതയെ ആരാധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മനസ്സിലായില്ലേ? കാരണം ഏതൊരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുന്നു, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. തൃശ്ശൂരിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തി പാലക്കാട് ഒരു സ്ഥലം വാങ്ങുകയാണെന്ന് ഇരിക്കുക. ആ സ്ഥലത്ത് ഒരു സർപ്പം അല്ലെങ്കിൽ ഒരു മഹാവിഷ്ണു അല്ലെങ്കിൽ ഒരു ശാസ്താവ് അങ്ങനെ എന്തെങ്കിലും ഒരു ദേവത ആ വാങ്ങിയ സ്ഥലത്തുണ്ടാവും, അല്ലേ? സ്ഥലദേവതയായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ വ്യക്തി സ്ഥലം വാങ്ങി അല്ലെങ്കിൽ വീട് വാങ്ങി ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ക്ഷേത്രം, ചെറിയൊരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു കാവ് ഉണ്ടാവും. അത് അവിടെ ഇരിക്കുന്ന നിങ്ങൾ ആദരിക്കാനും ആരാധിക്കാനും ബാധ്യസ്ഥരാണ്. കാരണം അത് നിങ്ങളുടെ ധർമ്മമാണ്. മനസ്സിലായില്ലേ? അത് നമ്മുടെ ധർമ്മമാണ്. അതുകൊണ്ടാണ് അതിനെ ധർമ്മദേവത. ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥം ഉണ്ടല്ലേ? നമ്മുടെ ധർമ്മമാണ് അവിടെ ഇരിക്കുമ്പോൾ ആ ദേവതയെ ആരാധിക്കുക എന്നത്. മനസ്സിലായില്ലേ? അത് നമ്മുടെ പരമ്പരകളും അവിടെ ഇരുന്ന് പോരുമ്പോൾ അവരെ ആരാധിക്കേണ്ടത് അവരുടെ ധർമ്മമാകുന്നു. അതുകൊണ്ടാണ് അതിനെ ധർമ്മദേവത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ ഭൂമിയിൽ ആ ദേവതയുടെ സാന്നിധ്യം ഉണ്ടാവും. അതിനെ ആരാധിക്കേണ്ടത് ഒരു തട്ടകത്തുനിന്ന് നമ്മൾ മറ്റൊരു തട്ടകത്ത് പോയി താമസിക്കുമ്പോൾ ആ താമസിക്കുന്ന തട്ടകത്തിലെ ആ ദേവതയെ ആരാധിക്കേണ്ടത് നമ്മുടെ ധർമ്മമാകുന്നു. ആ താമസിക്കുന്ന തട്ടകത്തെ ദേവൻ്റെ ഹിതത്തിനനുസരിച്ച് പെരുമാറേണ്ടത് നമ്മുടെ ധർമ്മമാകുന്നു. മനസ്സിലായില്ലേ? അതിനെയാണ് ധർമ്മദേവത എന്ന് പറയുക. ധർമ്മദേവതയെ ആരാധിക്കണത് ഒരു കാലത്തും മുടങ്ങാൻ പാടില്ല. മനസ്സിലായില്ലേ? അതും അത്യാവശ്യമാണ്. നമ്മളവിടെ ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ ആരാധന ചെയ്യണമല്ലോ. അത് ആരാധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അപ്പോൾ ഓരോരോ ധർമ്മദേവതകളെയും അവിടെ ജീവിക്കുന്ന നമ്മൾ ആരാധിക്കണം. അത് നമ്മുടെ ധർമ്മമാണ്. അതുകൊണ്ടാണ് അതിനെ ധർമ്മദേവത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും, ഈ കാണുന്ന ജനങ്ങളെല്ലാവരും ഓരോരോ കാലത്ത് ഓരോരോ സ്ഥലത്തുനിന്ന് പലായനം ചെയ്ത് മറ്റൊരു സ്ഥലത്തെത്തി അങ്ങനെയുള്ള മനുഷ്യ ജീവിതം അങ്ങനെ തന്നെയാണ്. അപ്പോൾ എത്തുമ്പോൾ അവർ ആ എത്തുന്ന ദേവതകളെയും ആ എത്തിപ്പെടുന്ന സ്ഥലത്തെ ദേവതകളെ ആ ദേവതകളുടെ ഇംഗിതത്തിനനുസരിച്ച് ആരാധിച്ചു പോന്നിരുന്നു. അതുകൊണ്ടാണ് അതിനെ ധർമ്മദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തെ ആരാധിക്കേണ്ടത് നമ്മുടെ ധർമ്മത്തിലൊന്നാണ്. അതുകൊണ്ടാണ് ധർമ്മദൈവം എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് ഗ്രാമദേവത. ഈ ഗ്രാമദേവത എന്ന് പറയുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. ഒരു കാലത്ത് കേരളത്തിൽ ഗ്രാമവ്യവസ്ഥകൾ നിലനിന്നിരുന്നു. മനസ്സിലായില്ലേ? ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അടിസ്ഥാനം വേണം, ഒരു നിയമാവലി വേണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതാണ് ഉണ്ടായത്. പരശുരാമൻ കേരളം ഉണ്ടാക്കി എന്നൊക്കെയാണ് നമ്മുടെ ഐതിഹ്യങ്ങൾ. ആ ഐതിഹ്യത്തിനനുസരിച്ചാണ് നമ്മുടെ വിശ്വാസവും ജീവിതവും ഒക്കെ അല്ലേ? അപ്പോൾ പരശുരാമൻ ഉണ്ടാക്കിയതിൽ 32 ഗ്രാമമാണ് ഇന്നും കേരളത്തിലുള്ളത്. 32 ഗ്രാമം കർണാടകയിലും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ ഗ്രാമത്തിനും ഓരോരോ സമ്പ്രദായങ്ങളുണ്ട്. ഓരോ ഗ്രാമത്തിനും അതിലിപ്പോൾ ഇന്നത് ശ്രേഷ്ഠം ഇന്നത് ശ്രേഷ്ഠമല്ല എന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം ഓരോ ഗ്രാമത്തിന് ഓരോ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനാണ് അത് വെച്ചിരിക്കുന്നത്? അവരവരുടെ ജീവിതത്തിൽ അവരവർക്ക് ഒരു വഴിത്തിരിവുണ്ടാവാൻ. കാലങ്ങൾ പുരോഗമിക്കുമ്പോൾ 10 പേരാവുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ ആ 10 പേർക്ക് മനസ്സിലാവും. 100 പേർക്കാവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലേ? അപ്പോൾ ഈ 10 പേര് ചെയ്യുന്ന കാര്യങ്ങളെ കണ്ടിട്ടാണ് ഈ 100 പേരുള്ളവർ മനസ്സിലാക്കുക.
അല്ലേ? അപ്പം അങ്ങനെ അവരവർക്ക് അവരവരുടേതായ ജീവിത ശൈലിയിൽ ഒരു നിയമാവലി കാത്തു സൂക്ഷിക്കാനും അവരവർക്ക് അവരവരുടേതായിട്ടുള്ള ഒരു നിയമം നിലനിർത്തി ഒരു ആചാര രീതിയിൽ ജീവിക്കാനും ജീവിതത്തിനൊരു നിയമ പാഠവം തരാനാണ് ഗ്രാമവ്യവസ്ഥകൾ ഉള്ളത്. ഓരോ ഗ്രാമത്തിന് അതാത് ഗ്രാമത്തിൻ്റേതായ ഗ്രാമവ്യവസ്ഥകളും നിബന്ധനകളും നിർബന്ധങ്ങളും നിലനിന്നിരുന്നു. ആ നിർബന്ധങ്ങളെല്ലാം ഒരു ദേവതയിൽ നിക്ഷിപ്തമായിരുന്നു. നമ്മുടെ എല്ലാ ആചാരവും അങ്ങനെയാണല്ലേ, ഒരു ദേവതയിലാണ് നമ്മുടെ തുടക്കം. ഒരു ദേവതയാണ് നമ്മുടെ എല്ലാവരുടെയും അധികാരി, ഒരു ദേവതയാണ്. അപ്പോൾ ആ ദേവത, അപ്പോൾ അങ്ങനെ ഓരോരോ ഗ്രാമത്തിൻ്റെ സമ്പ്രദായം നിലനിർത്താൻ ഓരോ ഗ്രാമദേവതകളുണ്ട്. അപ്പോൾ നമുക്ക് ആരാധിക്കാം. അപ്പോൾ നമ്മൾ ആ ഗ്രാമദേവതയെ ആരാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് സ്ഥലങ്ങളിൽ പോയി ജീവിക്കുകയാണെങ്കിലും നമ്മളുടെ ജീവിത ശൈലിയിൽ, നമ്മുടെ ജീവിത കാര്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ശുഭാശുഭ കാര്യങ്ങളിലും നമ്മുടെ ഗ്രാമവ്യവസ്ഥകളെ മുറുകെ പിടിക്കണം. അപ്പോൾ ആ ഗ്രാമവ്യവസ്ഥകളെ മുറുകെ പിടിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഏത് ഗ്രാമത്തിൽ ചേർന്നവരാണ്, ഏത് ഗ്രാമത്തിൻ്റെ പൂർവീകരാണ് എന്ന് മനസ്സിലാവും. ആ മനസ്സിലാവുമ്പോൾ ആ ഗ്രാമത്തിലെ ഏത് പാരമ്പര്യത്തിൽ ചേർന്നതാണ് നമ്മളിത് മനസ്സിലാവും. അപ്പോൾ പരദേവത അറിയും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഏത് പാരമ്പര്യത്തിൽ ചേർന്നവരാണെന്ന് മനസ്സിലായാൽ നമ്മൾ ഏത് കുലദേവതയിൽ ചേർന്നവരാണെന്ന് മനസ്സിലാവും. അപ്പോൾ കുലദേവതയെ അറിയും. ഇതെല്ലാം ഒരു ചങ്ങല പോലെ യോജിച്ച ഒരു വിഷയമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ചങ്ങല പോലെയുള്ള ഈ 4 വിഷയങ്ങളെ നമ്മൾ ഒരുപോലെ മനസ്സിലാക്കി ആദരിച്ച് ആരാധിച്ചു പോരുമ്പോൾ നമുക്ക് ഉപാസനാമൂർത്തികളും നമ്മളിൽ പ്രസാദിക്കും. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ഉപാസനാമൂർത്തികളും നമ്മളിൽ പ്രസാദിക്കും. ഈ ഉപാസനാമൂർത്തികളും കൂടി പ്രസാദിച്ചാൽ എന്തായി? 5 ഭാഗവും നമ്മുടെ കൃത്യമായി. ഈ 5 ഭാഗം 5 തരത്തിലുള്ള ആരാധനയും നമ്മളിൽ പൂർത്തിയാവുമ്പോൾ നമ്മളിൽ ഈശ്വര ചൈതന്യം എന്നും നിറഞ്ഞിരിക്കും. അപ്പോൾ യാതൊരു ഭംഗങ്ങളും ഉണ്ടാവില്ല, യാതൊരു ദോഷങ്ങളും ഉണ്ടാവില്ല, അലയേണ്ടതായിട്ടും വരില്ല. മനസ്സിലായില്ലേ? നമ്മുടെ പ്രാണൻ, പ്രത്യേകിച്ചുള്ള ദശപ്രാണനിൽ പ്രധാനമായിട്ടുള്ള 5 പ്രാണനാണ് നമ്മൾ ഈശ്വരീയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക. കാരണം ഏതൊരു നൈവേദ്യങ്ങളിലായാലും അതിലെ പഞ്ചപ്രാണനെ പ്രാണായാമം ചെയ്ത് ഈശ്വരൻ എന്ന ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കുകയാണ്. അപ്പോൾ ആ പഞ്ചപ്രാണൻ എത്ര വിശേഷമാണെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണറിയോ? നമ്മളെല്ലാവരും ആ പരമാത്മാവിൽ നിന്ന് വന്ന ഓരോ ആത്മഗണങ്ങളാണ്. മനസ്സിലായില്ലേ? തിരിച്ച് ആ പരമാത്മാവിലേക്ക് തന്നെ എത്തുകയും വേണം അല്ലേ? ഇതൊരു നോക്കൂ, ഒരു ചങ്ങലയാണിത് മുഴുവൻ, ഒരു വട്ടം. അപ്പോൾ പരമാത്മാവിൽ നിന്നൊരാത്മാവ് ഭൂമിയിലേക്ക് ജീവാത്മാവായിട്ട് വരുന്നു. ആ ജീവാത്മാവ് സ്ഥൂലവും സൂക്ഷ്മവുമായ സഞ്ചാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ആ പരമാത്മാവിലെത്തുന്നു. ഈ സ്ഥൂലവും സൂക്ഷ്മവും ജീവനും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആ പരമാത്മാവിലെത്തുന്നതിനിടയ്ക്ക് ഈ പറഞ്ഞ 5 ആരാധനകളിലൂടെ പോകുമ്പോഴേ കൃത്യമായി ആ ആത്മാവ് പരമാത്മാവിൽ ലയിക്കപ്പെടുന്നുള്ളൂ. മനസ്സിലായില്ലേ? ആത്മാവിന് മരണമില്ല അല്ലേ? ആത്മാവിന് ഒരിക്കലും മരണമില്ല. അപ്പോൾ ആത്മാവ്, ഇപ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയവർക്കൊക്കെ ക്രിയകൾ ചെയ്യാനൊക്കെ നിർബന്ധിച്ച് പറയണു. എന്തുകൊണ്ടാണ് പറയണത്? മരണപ്പെട്ടു പോയവരുടെ ആത്മാവ് വേറൊരു ഭാഗത്ത് ജനിച്ചിട്ടുണ്ടാവും, അവർ കാത്തിരിക്കുകയൊന്നുമില്ല. പക്ഷേ അവരുടെ പ്രാണൻ ഈ പ്രപഞ്ചത്തിൽ ലയിച്ചു ചേരണം. അവരുടെ പ്രാണൻ പഞ്ചഭൂതത്തിലും കൂടി ലയിച്ചു ചേരണം. ആ പ്രാണശക്തിയെ ഈശ്വരനാകുന്ന ദേവശക്തിയിൽ ലയിപ്പിക്കണം. ആ ലയിക്കണമെങ്കിൽ ആ 5 തരത്തിലുള്ള ആരാധനയിലും നമ്മൾ പൂർണ്ണമായിരിക്കണം. അപ്പോൾ ഈ നമ്മൾ ഓരോരുത്തരും അത് പൂർണ്ണമല്ലെങ്കിൽ അത് പൂർണ്ണമാവുന്നത് വരെ നമ്മുടെ പ്രാണൻ ഇവിടെ കിടന്ന് അലഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ആ അലയുന്നൊരവസ്ഥയെയാണ് നമ്മൾ പ്രേതാവസ്ഥ എന്ന് പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായി? മരണപ്പെട്ടവരെന്താ പ്രേതമായിട്ട് അലയണ? അവർ ആത്മാവല്ല അലയണത്. അവരുടെ ആത്മാവ് മറ്റൊരു ഭാഗത്ത് ജനിച്ചിട്ടുണ്ടാവും. ആത്മാവിന് മരണമില്ല, അതിങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ലൈറ്റ് കത്തിക്കണം. ആ ലൈറ്റ്, ആ ബൾബ് ഫീസായി കഴിഞ്ഞാൽ അതിനെ മാറ്റി അടുത്ത ലൈറ്റ് ഇട്ടു, അത് അതുപോലെ തന്നെ പ്രകാശിക്കും അല്ലേ? എന്നതുപോലെയാണ് നമ്മുടെ ശരീരത്തിലെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ ഇനിയൊരു ഭാഗത്ത് പോയി ജനിച്ചോളും. അതിന് എവിടെയും ഒരു ശാന്തതയും എവിടെയും ഒരു നിലനിൽക്കണ ഒരവസ്ഥയൊന്നുമില്ല, മരണവുമില്ല. പക്ഷേ ആ പ്രാണൻ, അതിൽ നിലനിൽക്കുന്ന പ്രാണൻ അത് ഈ പ്രപഞ്ചത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കും.
ആ പ്രാണനെ ശുദ്ധീകരിച്ച് ഈശ്വരനിലേക്ക് ലയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ നമ്മുടെ മുൻപിലുള്ളവർ അത് ചെയ്യാത്ത പക്ഷം ആ മുൻപിലുള്ളവരുടെ പ്രാണൻ പിതൃമണ്ഡലത്തിൽ ലയിക്കാതെ അലഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ആ അലഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാണൻ്റെ ഭാരം അവരുടെ പിൻഗാമികളായ നമ്മളിൽ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പിതൃദോഷം എന്നൊക്കെ നമ്മൾ അനുഭവിക്കപ്പെടുന്നത്. കാരണം കർമ്മങ്ങൾ പൂർത്തീകരിക്കാതെ വരിക, കർമ്മപാപം നമ്മളിലേക്ക് കണ്ടുവരിക. മനസ്സിലായില്ലേ? കർമ്മപാപം അപ്പം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ കർമ്മപാപം പൂർത്തീകരിക്കാൻ പറ്റില്ല, പിതൃക്കൾക്ക് ശാന്തി കിട്ടില്ല. ശാന്തി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ 5 ആരാധനകളിലും നമ്മൾ പൂർത്തിയാവണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപാനൻ, വ്യമാനൻ, ഉദാനൻ, സമാനൻ, ബ്രഹ്മാണൻ, ഇങ്ങനെയുള്ള പ്രാണങ്ങളെല്ലാവരും ബ്രഹ്മത്വത്തിൽ ലയിക്കണം. മനസ്സിലായില്ലേ? ബാക്കിയുള്ള 5 പേരെ നമ്മൾ ലയിപ്പിക്കേണ്ട ആവശ്യമില്ല, തനിയെ ലയിച്ചോളും. പക്ഷേ ഈ 5 പേരെയും ലയിപ്പിക്കണം. എങ്ങനെ ലയിപ്പിക്കേണ്ടത്? ഈ 5 തരം ആരാധനയിലൂടെ. അത് നമ്മുടെ ജീവിതചര്യയാക്കി നമ്മൾ മാറ്റണം. ഇപ്പോൾ നമ്മുടെ പൂർവികർ ഇടക്കാലം കൊണ്ട് നമ്മുടെ ധർമ്മത്തിൽ കുറേ പേർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നുപോയതിനാൽ അവർക്കൊന്നും ശാന്തി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം എല്ലാവർക്കും പിതൃദോഷം, വംശദോഷം. ഇപ്പോൾ നോക്കൂ, വംശങ്ങൾ അന്യം നിന്ന് പോകുന്നു, വംശദോഷമുണ്ടാകുന്നു. ഇതിനൊക്കെ കാരണം എന്താ? ഇതാണ്. അപ്പോൾ ഇതിന് പ്രായശ്ചിത്തം ചെയ്യുന്ന കാലം, മനസ്സുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കാലം നമുക്ക് ഒരു ഭയക്കേണ്ട ആവശ്യങ്ങളില്ല, ഒരു പരിഹാരത്തിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ആരാധന മാത്രം ചെയ്താൽ നമ്മൾ കർമ്മത്തിൻ്റെ ഉച്ചകോടിയിലെത്തും. ആ പാതയെ പിന്തുടരണം, അവനവൻ്റെ പൂർവികം മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? എന്തിനാ ഷൺമതങ്ങളെക്കുറിച്ച് ആദ്യമേ പറഞ്ഞത്? 6 മതങ്ങളെക്കുറിച്ച് ആദ്യമേ പറയാൻ കാരണം എല്ലാവർക്കും ഒരുപക്ഷെ തൻ്റെ കുലദേവതയെ മനസ്സിലാവണം എന്നില്ല. പരദേവതയെ മനസ്സിലാവുമായിരിക്കാം, പാരമ്പര്യം നമ്മൾ അന്വേഷിച്ചു പോയി കണ്ടു, കുറച്ച് കഷ്ടപ്പെടണം. എങ്കിലും പരദേവതയെ മനസ്സിലാവുമായിരിക്കാം. പക്ഷേ കുലദേവതയെ മനസ്സിലാവണമെന്നില്ല. കാരണം കുലങ്ങൾ എത്രയോ കാലം മുമ്പ് പലായനം ചെയ്തു വന്നതോ നശിച്ചതോ ആവുമ്പോൾ കുലങ്ങളെ അറിയായിക വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ 6-ലെ ഒന്നിനെ, ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഈ 6-ൽ ഒന്നിനെ തിരഞ്ഞെടുത്ത് ആരാധിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കുലദേവതയെ കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? ഗുരു, സാക്ഷാൽ ഗുരുവായിട്ട് ഒരാളെ നിശ്ചയിച്ച് ഒരു യോഗ്യനായ ഒരു ഗുരുവിനെ കാണുമ്പോൾ ആ ഗുരുവിന് നിങ്ങൾക്ക് ഏത് കുലദേവതയെ, ഈ 6-ൽ ആരെ കുലദേവതയാക്കിയാൽ നിങ്ങൾക്ക് ആ കുലശ്രേഷ്ഠത വരും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ആ ഗുരുവിന് ഉപദേശിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഈ 6-ൽ ആരൊക്കെയാണ്? സൂര്യൻ, സൗരം, അതാണ് സൂര്യൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, ശിവൻ, വിഷ്ണു, ശക്തി, ഭഗവതി. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് കുലദേവതകളായി ആരാധിക്കുന്നത്. പിന്നെ ഈ 6-ഉം അതിജീവിച്ച് ഈ 6-നെയും സംയോജിപ്പിച്ച് ചെയ്യുന്നതാണ് ശാസ്താവ്. മനസ്സിലായില്ലേ? കുലദേവതയെ അറിയാത്തവർ അല്ലെങ്കിൽ കുലദേവതയെക്കുറിച്ച് മനസ്സിലാവാത്തവർ ശാസ്താവിനെ കുലദേവതയായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ആർക്കും കുലദേവതയായി ശാസ്താവിനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവതിയെ തിരഞ്ഞെടുക്കാവുന്നതാണ്. നമുക്ക് കുലദേവതയെ അറിഞ്ഞില്ല, ശാസ്താവിനെയോ ഭദ്രകാളിയെയോ കുലദേവതയായിട്ട് 100% ഒരാൾക്ക് ആരാധിക്കാവുന്നതാണ്. പൂർണ്ണ ഫലം കിട്ടും. കാരണം അതുകൊണ്ടാണ് ഒരു കാലത്ത് അത്രയും അമ്മ ദേവതകളെ ആരാധിച്ചിരുന്നു. എല്ലാവിടെയും അമ്മ ദേവതകളുടെ കാവുകളുണ്ടായിരുന്നു. കാരണം അമ്മ ദേവത കുലദേവതയാണ്. കാരണം അമ്മയ്ക്ക് മക്കളെ സ്വീകരിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അമ്മയെ കുലദേവതയായിട്ട് സ്വീകരിക്കാം. കുലദേവത അറിയാത്തവർക്ക് മനസ്സിലായില്ലേ? ആവുന്നത്ര കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കണ്ടുപിടിക്കാൻ സാധിക്കാത്ത പക്ഷം, എല്ലാവർക്കും സാധിക്കണമെന്നില്ല, സാധിക്കാത്ത പക്ഷം അവർക്ക് അമ്മയെ കുലദേവതയായിട്ട് സ്വീകരിക്കാം. പിന്നെ അതല്ലാത്ത പക്ഷം ശാസ്താവിനെ കുലദേവതയായിട്ട് സ്വീകരിക്കാം. എങ്ങനെയുള്ള ശാസ്താവ്? ശാസ്താവ് എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രഹസ്ഥാശ്രമിയാണ്. മനസ്സിലായില്ലേ? മണികണ്ഠൻ ബ്രഹ്മചാരിയാണ്, മണികണ്ഠനല്ല ശാസ്താവ്. അത് തമിഴ് ആചാരപ്രകാരമാണെങ്കിൽ പൂർണ്ണ പുഷ്കലാസമേതനായിട്ടും, മലയാള ആചാരപ്രകാരമാണെങ്കിൽ സത്യപ്രഭാസമേതനായിട്ടും ശാസ്താവിനെ ആരാധിക്കാം.
മനസ്സിലായില്ലേ? കാരണം അതിൽ ശൈവ വൈഷ്ണവ ശാക്തേയം മൂന്നും അടങ്ങുന്നു. സത്വ രജ തമോ ഗുണങ്ങളെ മുഴുവനായും തന്നിലേക്ക് ഒതുക്കി ഈ ലോകത്തെ ശാസ്ത്രങ്ങളെ മുഴുവനും നിലനിർത്താൻ വേണ്ടി ഈശ്വര ചൈതന്യം ഭൂമിയിൽ അവതരിച്ച ഒരു ശക്തിയാണ് ശാസ്താവ്. അതുകൊണ്ടാണ് ശാസ്താവിനെ ശിവ വിഷ്ണു സംഗമമായിട്ട് കണക്കാക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? ശിവ വിഷ്ണു സംഗമമാണ് ശാസ്താവ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മളിലേക്ക് മനസ്സിലാക്കി തരാൻ നമ്മുടെ പൂർവികർ ഒരു കഥാരൂപത്തിൽ അതിനെ ഒരു ഭാഗമാക്കി തന്നിരിക്കുന്നു എന്ന് മാത്രം. ശിവനും വിഷ്ണുവും തമ്മിലുള്ള സംയോജനത്തിന്. മനസ്സിലായില്ലേ? അതെന്തിനാണ്? കഥ പറയുമ്പോഴാണ് മാത്രമേ അത് ഉള്ളിൽ തങ്ങി നിൽക്കുള്ളൂ. അതുകൊണ്ട് ശിവനും വിഷ്ണുവും സംഗമിച്ച് ശാസ്താവുണ്ടായി. സൃഷ്ടിയും സ്ഥിതിയും മനസ്സിലായില്ലേ എപ്പോഴും ഒരുമിച്ചാണ്. പക്ഷേ ഒരു സ്ഥിതി പരിപാലനം ചെയ്യണമെങ്കിൽ അവിടെ സംഹാരത്തിന് വലിയൊരു തത്വമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ഒരേ തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശാസ്ത്രങ്ങളെ കൊണ്ടേ സാധിക്കും. മനസ്സിലായില്ലേ? ആ ശാസ്ത്രങ്ങൾ നിലനിർത്താനും ശാസ്ത്രത്തിൻ്റെ അധിപനാവാനും ഉള്ളതാണ് ശാസ്താവിൻ്റെ അവതാരം. മനസ്സിലായില്ലേ? അപ്പോൾ ആ ശാസ്താവിനെയും കുലദേവതയായി തിരഞ്ഞെടുത്ത് ആരാധിക്കാം. ഒരു കാലം അത്രയും കുലദേവത അറിയാത്തവരെല്ലാവരും ശാസ്താവിനെയാണ് കുലദേവതയായിട്ട് ആരാധിക്കുക. അപ്പോൾ ഗോത്രം അറിയാത്തവരെല്ലാവരും ശിവഗോത്രം എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത് പോലെ ശാസ്താവിനെ കുലദേവതയായിട്ട് ആരാധിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുലദേവത നിർബന്ധമായി ആരാധിക്കണം. പാരമ്പര്യം കാക്കാൻ പരദേവതയെ ആരാധിക്കണം. മനസ്സിലായില്ലേ? കുലദേവതയെ ആരാധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം സനാതന ധർമ്മത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും സനാതന ധർമ്മത്തിൽ നമ്മുടെ കുലം എന്താ? സനാതന ധർമ്മമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കുലം നശിക്കുക, കുലമില്ലാതാവുമ്പോൾ സനാതന ധർമ്മത്തിന് നാശം സംഭവിക്കണമെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അങ്ങനെ ഒരിക്കലും നശിക്കാത്ത ധർമ്മമാണ് സനാതനം. നാശമില്ലാത്ത ധർമ്മം. ധർമ്മം നശിക്കില്ല, അതാണ് ഉദ്ദേശം. ധർമ്മത്തിന് ഒരു കാലത്ത് നാശമില്ല. സനാതനം ധർമ്മമാണ്, അതുകൊണ്ട് അതിന് നാശമില്ല. അപ്പോൾ ആ ധർമ്മത്തെ നിലനിർത്താൻ നമ്മളെല്ലാവരും തയ്യാറാവണം. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ കുലങ്ങൾ ഉണ്ടാവണം. കുലങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കുലം കാക്കാൻ ആ കുലത്തിനൊരു ഈശ്വരൻ വേണം. അതാണ് ഈ ഷൺമതങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അവരെ കുലദൈവമായി കണ്ട് ആരാധിക്കുക. അപ്പോൾ അവനവൻ്റെ കുലദൈവം എന്താണെന്ന് മനസ്സിലാക്കുക, ആരാധിക്കുക. മനസ്സിലാക്കാൻ കഴിയാത്തവർ ഗുരുവിനെ സമീപിച്ച് ഒരു ഗുരുവിൽ നിന്ന് ഈ കുലദേവതയെ തിരഞ്ഞെടുത്ത് ആരാധിക്കുക. ശേഷം അവനവൻ്റെ പാരമ്പര്യം നിലനിർത്താൻ പരദേവതയെ ആരാധിക്കുക. പാരമ്പര്യത്തിൻ്റെ ആണിവേര് എവിടെയാണെന്ന് അന്വേഷിക്കുക, ആ പരദേവതയെ മനസ്സിലാക്കുക, പരദേവതയെ ആരാധിക്കുക. ശേഷം ധർമ്മം നിലനിർത്താൻ, ലോകത്തെ ധർമ്മത്തെ മുഴുവനും നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാലേ അടുത്ത തലമുറയെ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാൻ സാധിക്കൂ. ഇപ്പോൾ ആ ധർമ്മമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ തലമുറകളിൽ ധർമ്മം കുറയുന്നത്. എങ്ങനെയാണ് ധർമ്മം കുറയുന്നതിൻ്റെ ഒരു അനുഭവം എന്താണ്? ഏറ്റവും ഒന്ന് ചിന്തിക്കൂ. ഒരു മകൻ അച്ഛനെയും അമ്മയും നോക്കേണ്ടത് മകൻ്റെ ധർമ്മമല്ലേ? ഭർത്തൃശുശ്രൂഷ ഭാര്യയുടെ ധർമ്മമാണ്. ഭാര്യ പരിപാലനം ഭർത്താവിൻ്റെ ധർമ്മമാണ് അല്ലേ? ഇതൊന്നും ഇന്ന് ലോകത്ത് നടക്കുന്ന അനുഭവം കൊണ്ട് ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴത്തെ ധർമ്മം എന്താ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടതുണ്ടാവുന്നു? നമ്മൾ ധർമ്മത്തെ കരപിടിക്കാത്തത് കൊണ്ട് ധർമ്മം നശിക്കുന്നു. ആ ധർമ്മം നശിച്ചു കഴിഞ്ഞാൽ, അധർമ്മം പെരുകിക്കഴിഞ്ഞാൽ കുടുംബങ്ങളില്ലാതാവും, കുലങ്ങളില്ലാതാവും, പാരമ്പര്യങ്ങളില്ലാതാവും. അതല്ലേ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കണതെന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? കുടുംബങ്ങളില്ല, കൂട്ടുകുടുംബ വ്യവസ്ഥിതി പണ്ടേ പോയി. ഇപ്പോൾ കുടുംബ വ്യവസ്ഥിതി ഇല്ലാണ്ടായി, പാരമ്പര്യങ്ങളില്ലാതായി, ധർമ്മമില്ലാതായി. പുത്രധർമ്മം, പതീധർമ്മം, പത്നീധർമ്മം എല്ലാം നശിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ധർമ്മം അറിയില്ല. ഈ ധർമ്മം നിലനിർത്തുന്നത് എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് നമ്മൾ പോയിരുന്നു, അവിടുത്തെ ധർമ്മം നമ്മൾ നടത്താൻ ബാധ്യസ്ഥരാണെന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ആ ധർമ്മത്തെ നിലനിർത്തും. ആ ധർമ്മം കണ്ട് അടുത്ത തലമുറ ആ ധർമ്മത്തെ കരപിടിക്കും. അപ്പോൾ അവരും ധർമ്മശാലികളായി മാറും. അതിനുള്ളൊരു ഉദാഹരണത്തോടു കൂടി പറഞ്ഞുതരാം, അപ്പോഴേ എല്ലാവർക്കും അത് മനസ്സിൽ തങ്ങി നിൽക്കുള്ളൂ.
ഇപ്പോൾ ഭൂരിഭാഗം കാവുകളെ ഒഴിവാക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അവനവൻ്റെ പാരമ്പര്യത്തിൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ പാരമ്പര്യത്തിൽ ഒരു കാവുണ്ടെങ്കിൽ വേഗം അതിനെ ഒഴിവാക്കി, ആരാധിക്കാൻ സാധിക്കില്ല എന്ന് ഒഴിവാക്കി അതിനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ട് ലയിപ്പിച്ചു, ശേഷം വർഷത്തിൽ അവിടെ എന്തെങ്കിലും ഒരു വഴിപാടിന് കൊടുത്താൽ മതി, കൊടുത്താൽ നമ്മുടെ കടമ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ധാരണ. അത് ശരിയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പക്ഷേ ഇത് ധരിച്ച് ഇത് പ്രവർത്തിക്കുന്നു. അതൊരു കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ്. ആ ഒരു കാലഘട്ടത്തിലോടുകൂടി ഇപ്പോൾ അച്ഛനമ്മമാർക്ക് മക്കളെയും ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ കൊണ്ട് കൊടുത്ത് വർഷത്തിൽ അവർക്കുള്ള എന്തെങ്കിലും അവിടെ കൊടുത്താൽ മതി, അവരുടെ കടമ കഴിഞ്ഞു എന്നുള്ള ചിന്ത വന്നു തുടങ്ങിയില്ലേ? ഏറ്റവും കൂടുതലും ഇപ്പോൾ കണ്ടുവരുന്നില്ലേ അത്? എന്താ കാരണം? നമ്മുടെ പ്രവൃത്തിയാണ്. ധർമ്മത്തെ കാക്കുന്ന ധർമ്മദൈവങ്ങളെ ധർമ്മമായി ചിന്തിക്കാതെ നമ്മൾ ഒഴിവാക്കി കടമകൾ തീർക്കുമ്പോൾ അത് കണ്ടു വളരുന്ന സന്തതികൾ അവരും അതേപോലെ തന്നെ പെരുമാറി തുടങ്ങും. അവർ ചെയ്യേണ്ട ധർമ്മത്തെ അവരും നിറവേറ്റില്ല. അപ്പോൾ ധർമ്മത്തെ നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ധർമ്മം നമ്മളെയും രക്ഷിക്കും. മനസ്സിലായില്ലേ? ആ ധർമ്മത്തെ രക്ഷിക്കാനുള്ള ശ്രമം വിജയിക്കാനാണ് നമുക്ക് ധർമ്മദേവതാരാധന വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ധർമ്മദേവതയെ ആരാധിക്കേണ്ടത് നമ്മുടെ ഉത്തമമായ കടമയാണ്. അത് ചെയ്തേ പറ്റൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിന്ന് അതിജീവിക്കാൻ പറ്റും. അടുത്ത തലമുറയെ രക്ഷിക്കാനാണ് ഇത് മുഴുവൻ പറയുന്നത് കേട്ടോ. അടുത്ത തലമുറയെ രക്ഷിക്കണം. ഇതിൽ വലിയ കാര്യങ്ങളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുക, ഇന്ന് സനാതന ധർമ്മത്തിലുള്ളവർക്ക് മാത്രമാണ് ധർമ്മച്യുതി സംഭവിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മളാണ് ധർമ്മത്തെ അറിയാതെ, ധർമ്മത്തിന് വേണ്ടി ജീവിക്കേണ്ട, ധർമ്മത്തിൽ എല്ലാ സൗകര്യത്തോടു കൂടി ധർമ്മത്തിന് വേണ്ടി ധർമ്മത്തിൽ ജീവിക്കേണ്ട സനാതന ധർമ്മികൾ ധർമ്മത്തെ അറിയാതെ ജീവിക്കുന്നു. അതിനാൽ സനാതനധർമ്മം താഴെ പോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? ആ ധർമ്മത്തെ ഉയർത്താൻ വേണ്ടി ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ട്. ആ പങ്ക് എന്താണ്? നമ്മുടെ ജീവിതം തന്നെയാണ്. നിങ്ങളതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കി മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുടരേണ്ട നിങ്ങളുടെ ധർമ്മം നിങ്ങൾ തുടർന്നാൽ ഈ ലോകത്ത് സനാതനധർമ്മം പടർന്ന് പന്തലിക്കും. അപ്പോൾ ഐശ്വര്യവും അഭിവൃദ്ധിയും ശ്രേയസ്സും അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ എത്ര വിശേഷിച്ച ശ്രേഷ്ഠിച്ച തറവാടുകൾ, കുടുംബങ്ങൾ, ശ്രേഷ്ഠന്മാർ, ശ്രേഷ്ഠ മഹതികൾ എല്ലാവരും ജീവിച്ചിരുന്ന സ്ഥലമല്ലേ? ഇന്ന് അത് കുറഞ്ഞു വരികയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ധർമ്മച്യുതിക്ക് ആരാ കാരണം? നമ്മളല്ലേന്ന് കാരണം. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ആ ധർമ്മച്യുതിക്ക് ഒരു നിവൃത്തി ഉണ്ടാക്കാൻ ഈ വക ഉപാസനകളും ആരാധനകളും നമ്മൾ കൊണ്ടുവരിക തന്നെ വേണം. അപ്പോൾ അതിന്